ആട് 3യിൽ 3 ടൈം ലൈനുകൾ അല്ലെങ്കിൽ 3 കാലഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇതിൽ തന്നെ പാസ്റ്റും പ്രസൻറ്റുമാണ് സിനിമയിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത് പ്രോമിനൻ്റായി കാണിച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിലെ പോർഷൻ സിനിമയുടെ തുടക്കവും അവസാനവും ഇടയ്ക്ക് കുറച്ച് പോർഷനിൽ മാത്രം വന്നു പോകുന്നു. മാത്രമല്ല പ്രസൻറ്റിലെ പല ക്യാരക്ടേഴ്സിനെ പാസ്റ്റ് വേർഷൻ നമ്മൾ കാണുന്നുണ്ട്. ഷാജി പപ്പന് പകരമായി പത്മനാഭ രാജാവ്, ഡ്യൂണിന് പകരമായി അസം ഖാൻ, അങ്ങനെ പല ക്യാരക്ടേഴ്സിനെ നമ്മൾ പാസ്റ്റിൽ കാണുന്നുണ്ട്. സത്തൻ സേവർ പറയുന്നുണ്ട് തൻ്റെ അപ്പൂപ്പനാണ് ഈ ഡാം പണികഴിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവരുടെ എല്ലാ ആൻസസ്റ്റേഴ്സാണ് ഈ കഥാപാത്രങ്ങൾ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇവർക്ക് ഇതുപോലെ ആൻസസ്റ്റേഴ്സ് പാസ്റ്റിലുള്ളത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലും ഇവരുടെ ഡിസെൻഡൻസ്, അതായത് ഇവരുടെയൊക്കെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കളായിരിക്കും 2370 നടക്കുന്ന ഫ്യൂച്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ നമ്മളാകെ കണ്ട ഒരേ ഒരു ക്യാരക്ടർ PPCCയുടെ ഫ്യൂച്ചർ വേർഷനായിട്ടുള്ള ഈ ബാബയാണ്. അപ്പോൾ ബാബ പോലെ തന്നെ നമ്മുടെ ഷാജി പാപ്പനും ഡ്യൂഡിനും സാത്താൻ സേവർക്കും ഒക്കെ ഫ്യൂച്ചറിലും അവരുടെ ഒരു പാരലൽ വേർഷൻ അല്ലെങ്കിൽ ഇവരുടെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഉണ്ടായേക്കാം. അപ്പോൾ ആ കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കും ആട് 4ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഫ്യൂച്ചറിലെ ഓർഗനൈസേഷൻ എന്ന ലോകം ഭരിക്കുന്ന സംഘടന എങ്ങനെയാണ് ഇത്രയധികം ഡേഞ്ചറസ് ആയി മാറുന്നതും, അതേപോലെ സ്റ്റാർഡസ്റ്റ് എങ്ങനെയാണ് അവർ കൈക്കലാക്കാൻ പോകുന്നത്, അങ്ങനെ ആട് 4നെ പറ്റി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഷോർട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ആട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഫ്രൈഡേ യൂണിവേഴ്സിൻ്റെ ഫ്യൂച്ചർ കൃത്യമായി പറഞ്ഞാൽ CE 2370 വർഷം. ഈ വർഷം ലോകം ഭരിക്കുന്നത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു വലിയ ശക്തിയാണ്. അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഓർഗനൈസേഷൻ കീഴടക്കി കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ ഓർഗനൈസേഷനെതിരെ നിൽക്കുന്ന റബൽസ് ഉണ്ട്. ഈ റബൽസിൻ്റെ തലവനാണ് ബാബ എന്നറിയപ്പെടുന്ന PPCCയുടെ ഫ്യൂച്ചർ വേർഷൻ. നേരത്തെ പറഞ്ഞതുപോലെ PPCCയുടെ ഒരു കൊച്ചുമകനായിരിക്കാം ഈ ഒരു വേർഷൻ. സിനിമയിൽ നമ്മൾ പലയിടത്തും കണ്ടിട്ട് PPCC ഒരു കമ്മ്യൂണിസ്റ്റാണ്. അതേപോലെ പാസ്റ്റിലാണെങ്കിലും ജനങ്ങളുടെ കൂടെ നിന്നിട്ട് രാജാവിനെ എതിർക്കുന്നൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. സോ ഫ്യൂച്ചറിലും ഇത് തന്നെ സംഭവിക്കുന്നു. ഈ ബാബ എന്ന കഥാപാത്രം ഈ റബൽസായിട്ട് ഓർഗനൈസേഷനെതിരെ നിൽക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒരു വലിയ തലവനാണ്. ബാബയുടെ കൂടെ നമ്മൾ പുതിയ കുറേ ആക്ടേഴ്സിനെയാണ്, യങ്ങറായിട്ടുള്ള ആക്ടേഴ്സിനെയാണ് ആ ടീമിൽ കണ്ടത്. പക്ഷേ ഒരിടത്തും നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സായ ഷാജി പാപ്പൻ, ഡ്യൂഡ്, സാത്താൻ സേവ്യർ ഇവരുടെയൊന്നും ഫ്യൂച്ചർ വേർഷനെ നമ്മൾ കാണുന്നില്ല. നമുക്കിനി ഓരോ കഥാപാത്രങ്ങളുടെ ഫ്യൂച്ചർ വേർഷൻ എങ്ങനെയായിരിക്കും നോക്കാം. ആദ്യം തന്നെ സർബത്ത് ഷമീറിലേക്ക് പോകാം. നമുക്കറിയാം സർബത്ത് ഷമീർ പ്രസൻറ്റ് ഡേയിൽ ഒരു പോലീസ് ഓഫീസറാണ്, ആ ഒരു സിസ്റ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഓഫീസർ. അപ്പോൾ അതുതന്നെയായിരിക്കാം ഈ ഒരു ഫ്യൂച്ചറിൽ സംഭവിക്കുക. അവിടെ ഗവൺമെൻറ്റുകളൊന്നുമില്ല, ലോകമെല്ലാം ഭരിക്കുന്ന ഓർഗനൈസേഷനാണ്. സോ അവർക്ക് ഒരു വലിയ സൈന്യം തന്നെ എന്തായാലും ഉണ്ടായിരിക്കും, പോലീസും പട്ടാളവും എല്ലാം ആയിട്ടുള്ള ഒരു സൈന്യം. ആ ഒരു സൈന്യത്തിൻ്റെ വലിയൊരു തലവനായിരിക്കാം സർബത്ത് ഷമീർ. ഒരുപക്ഷെ ഒരു എക്സ്റ്റൻഷൻ കൂടുതൽ കൂട്ടി ഇവർ വേണമെങ്കിൽ സർബത്ത് ഷമീറിന് ഒരു റോബോകോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. റോബോകോപ്പ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സിനിമയൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ടെർമിനേറ്ററൊക്കെ പോലെ പകുതി റോബോട്ടും പകുതി മനുഷ്യനുമായിട്ടുള്ളൊരു വേർഷൻ, അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ ആക്കാൻ ഇവർക്ക് വേണമെങ്കിൽ സർബത്ത് ഷമീറിനെ പറ്റും. പക്ഷെ അങ്ങനെ തന്നെ ആക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു പോസിബിലിറ്റിയാണ്. ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെറ്റിങ്സിൽ സിമ്പിളായിട്ട് കാണിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അല്ലാതെ ഓർഗനൈസേഷന് വേണ്ടി നിൽക്കുന്ന ഒരു ഹ്യൂമൻ പോലീസ് ഓഫീസറായിട്ടും സർബത്ത് ഷമീറിൻ്റെ ഫ്യൂച്ചർ വേർഷൻ വന്നേക്കാം. അടുത്തത് സാത്താൻ സേവ്യറാണ്. മിഥുൻ മനോൽ ആട് 3യുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യ 2 ആട് ഭാഗങ്ങളിലും അത്ര വലിയ ഫോക്കസ് ചെയ്യാതിരുന്നൊരു കഥാപാത്രമെന്ന് സാത്താൻ സേവ്യർ. നമുക്കറിയാം വളരെ കുറച്ച് സമയം മാത്രമേ ക്യാരക്ടർ വരുന്നുള്ളൂ. പക്ഷേ വരുമ്പോഴെല്ലാം ഒന്നൊന്നര ഇൻട്രോയും കുറേ നല്ല പോർഷൻസുമാണ് കിട്ടിയത്. ആട് 3യിലാണ് പിന്നെയും ഈ ഒരു കഥാപാത്രത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത്. എന്നാൽ ആട് 4 ഇതിനേക്കാളെല്ലാം ഇമ്പോർട്ടൻസ് സാത്താൻ സേവ്യറിന് വരുമെന്നാണ് മിഥുൻ മനോൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആട് 4ലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പ്രസൻറ്റ് വേർഷനിലെ സാത്താൻ സേവ്യറും പാസ്റ്റിലെ ആ ഒരു സായിപ്പും പോരാഞ്ഞാണ് ഫ്യൂച്ചർ വേർഷൻ വരിക. ഫ്യൂച്ചർ വേർഷൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു ബൗണ്ടി ഹണ്ടർ ആവാനാണ് സാധ്യതയുള്ളത്. നമുക്കറിയാം പാസ്റ്റിലാണെങ്കിലും പ്രസൻറ്റിലാണെങ്കിലും ഒരുപാട് ഒബ്ജക്റ്റുകൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് സാത്താൻ സേവ്യർ. പ്രസൻറ്റിൽ പ്രത്യേകിച്ചും ഗജരാജമുത്തും നീലക്കൊടുവേലിയും അടക്കമുള്ള മിസ്റ്റിക്കൽ ഒബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നത് സാത്താൻ സേവ്യറുടെ കയ്യിലാണ്. സോ ഫ്യൂച്ചറിലും ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്റ്റിക്കലായിട്ടുള്ള ഒബ്ജക്റ്റുകൾ, ആ ഒരു സമയത്ത് ഈ ഓർഗനൈസേഷൻ ടെക്നോളജിയാണ് മുകളിൽ നിൽക്കുന്നതെങ്കിലും ഇത്തരത്തിലുള്ള മിസ്റ്റിക്കൽ ഒബ്ജക്റ്റുകൾ കളക്ട് ചെയ്ത് ഇവർക്കെതിരെയുള്ള വെപ്പൺസ് വരെ ഉണ്ടാക്കി വെക്കാൻ കെൽപ്പുള്ള ഒരാളായിരിക്കണം സാത്താൻ സേവ്യറിൻ്റെ ഫ്യൂച്ചർ വേർഷൻ. സോ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടർ കുറച്ചുകൂടി അധികം ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം ഓർഗനൈസേഷന് പോലും അറിയാത്ത പലതരം ശക്തികൾ സാത്താൻ സേവ്യറിൻ്റെ കയ്യിൽ കാണും. ഒരുപക്ഷെ ഓർഗനൈസേഷൻ ഈ സാത്താൻ സേവ്യറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആയിരിക്കണം സ്റ്റാർഡസ്റ്റിനെ പറ്റി അറിയുന്നതും അതുവരെയൊക്കെ ഇറങ്ങുന്നതും. ഇനി പറയാനുള്ളത് ഡ്യൂഡിനെ കുറിച്ചിട്ടാണ്. ഇതും കുറച്ച് കാട് കയറിയ ഒരു തിയറിയാന്ന് പറയാം. ഓർഗനൈസേഷൻ്റെ ലീഡർ ഒരുപക്ഷെ ഡ്യൂഡ് ആയേക്കാം. അതെ, നമ്മളീ പറയുന്ന വലിയ സംഭവമായിട്ടുള്ള ഈ ഓർഗനൈസേഷൻ ഭരിക്കുന്നത് ഡ്യൂഡിൻ്റെ കൊച്ചുമകനായിട്ടുള്ള ആ ഒരു ഫ്യൂച്ചർ വേർഷൻ ആയേക്കാം. ഒരിക്കലും ഓർഗനൈസേഷൻ്റെ ഹെഡ് ആരാണെന്നൊന്നും ഒരിടത്തും പറയുന്നില്ല. അവിടെ എല്ലാം തന്നെ ഒരു മിസ്റ്ററിയാണ്. ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്റ്റാർഡസ്റ്റ് ആണെങ്കിൽ ഒരു മിസ്റ്ററി ആയിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഒരു പുതിയ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് അതിൻ്റെ ഹെഡ് ആക്കുന്നതിനേക്കാളും ഒരു സിനിമ മാത്രമേ ഇനി വരാൻ ബാക്കിയുള്ളൂ. സോ അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഡ്യൂഡിനെ ഇതിൻ്റെ ഹെഡ് ആക്കുന്നതാണ്. കാരണം ഡ്യൂഡാണ് ആട് 1, 2, 3 എടുത്ത എല്ലാത്തിലും ഒരു മെയിൻ വില്ലൻ സൈഡ് വരുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ക്യാരക്ടറും കൂടിയാണ് ഡ്യൂഡ്. എന്നാൽ അസം ഖാനെ നമുക്കറിയാം ഒരു പ്യുവർ വില്ലനായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ
ഡ്യൂഡിൻ്റെ ഫ്യൂച്ചർ വേർഷൻ അല്ലെങ്കിൽ കൊച്ചുമകൻ്റെ കൊച്ചുമകനും അത്തരത്തിലുള്ള പ്യുവർ ഈവിൾ വില്ലൻ ക്യാരക്ടർ ആയേക്കാം. അല്ലെങ്കിൽ ഡ്യൂഡിനെ പോലെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ ട്രൈറ്റ്സും ഈ ഒരു കഥാപാത്രത്തിന് ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഈ പ്യുവർ വില്ലൻ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം അസം ഖാൻ എന്തായാലും ആട് 3 പ്രസൻറ്റ് ഡേയിൽ വന്നിട്ടുള്ള കുറേ ഇമ്പോർട്ടൻസ് കാണും. സോ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പുതിയ വേർഷനും കൂടെ വരുന്ന രണ്ടും ഒരു പ്യുവർ ഈവിൾ വില്ലൻ സെറ്റപ്പ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അതേ ഒരു സാഹചര്യത്തിൽ പാസ്റ്റിൽ നമ്മുടെ ഡ്യൂഡ് പോകുന്നത് ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് വ്യത്യസ്തമാണല്ലോ. ഡ്യൂഡിനെ പറ്റിയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി പറയാനുള്ളത് ഷാജി പാപ്പനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ആട് 3 സീനിൽ കാണുന്നുണ്ട്, ഈ ഡ്യൂഡ് ഹെലികോപ്റ്ററിൽ പോകുമ്പം ചേട്ടൻ പാപ്പൻ വന്ന് വെടിവെച്ച് വെള്ളത്തിൽ വീഴുന്നു. സോ ഡ്യൂഡ് അവിടെ കിടന്ന് ഷാജി പാപ്പനെ കണ്ടിട്ട് പറയുന്നുണ്ട് എൻ്റെ ആജന്മശത്രു. അപ്പോൾ നമുക്ക് സബ് ടൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് മൈ ആർച്ച് എനമി എന്നൊക്കെ. സോ ആർച്ച് എനമി എന്ന് പറയുന്ന സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ക്യാരക്ടറിന് എപ്പോഴും വരുന്നൊരു മെയിൻ ആയിട്ടുള്ള ഒരു എമി. ഇപ്പോൾ ബാറ്റ്മാന് ജോക്കറുണ്ട്, അല്ലെങ്കിൽ സൂപ്പർമാന് ലെക്സ് ലൂതറുണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് ഈ ആർച്ച് എനമി. സോ ഇവിടെ ഡ്യൂഡിൻ്റെ ആർച്ച് എനമിയായിട്ട് വരുന്നത് ഷാജി പാപ്പനാണ്. അത് തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്. ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ PPCCയുടെ റബലിയൻ്റെ ഭാഗമായിട്ടോ അല്ലാതെ ഇൻഡിപെൻഡൻറ്റോ ആയിട്ടായിരിക്കാം ഷാജി പാപ്പനും ഗ്യാങ്ങും ഉണ്ടാവുക. സോ ആ ഒരു ഗ്യാങ്ങിനൊപ്പം തന്നെ ഷാജി ഏട്ടൻ്റെ ഒരു ഫ്യൂച്ചർ, ഈ പറഞ്ഞ കൊച്ചുമകൻ സെറ്റപ്പിലൊരു ഫ്യൂച്ചർ വേർഷൻ, ഇവരും അവിടെ നമ്മുടെ പഴയ പാസ്റ്റിലെയും പ്രസൻറ്റിലെയും ഒക്കെ പോലെ തന്നെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ സ്റ്റിൽ ഇവർക്ക് ഈ ഒരു ലോകത്തെ ഡ്യൂഡ് നയിക്കുന്ന ഓർഗനൈസേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പല കാര്യങ്ങളും കയ്യിലുണ്ടായേക്കാം. അപ്പോൾ ഡ്യൂഡിൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ അത്രയും തലപ്പത്ത് നിൽക്കുന്ന ഫ്യൂച്ചർ വേർഷനും ഇവരുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ ഇവർക്കെതിരെ പോരാടുന്ന ഷാജിയേട്ടൻ്റെ ഫ്യൂച്ചർ വേർഷനൊക്കെ കൂടിയാവുമ്പോൾ ആട് 4 വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവും. ഈ ഫ്യൂച്ചർ വേർഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അജു വർഗീസിൻ്റെ പൊന്നപ്പൻ എന്ന ക്യാരക്ടറിനെയാണ്. ആട് 1 നമ്മൾ കണ്ടിരുന്നു ഷാജി പാപ്പൻ്റെ ഭാര്യയെ ഡ്രൈവറായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഈ പൊന്നപ്പൻ അടിച്ചുകൊണ്ട് പോകുന്നു. ആട് 2 വരുമ്പോഴത്തേക്കും എൻഡിങ്ങിൽ വേറൊരു പെണ്ണുമായിട്ട് പോകുന്ന കാണിച്ചൊരു കോമഡി എൻഡിങ് ആയിരുന്നു. ആട് 3 വരുമ്പോഴേക്കും പാസ്റ്റിൽ പത്മനാഭരാജാവിന് കീഴിൽ നിൽക്കുന്ന ഒരാളായിട്ട് എന്നാൽ രാജ്യവുമായി എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് കാണിക്കുന്ന പോലെ ഒരു ക്യാരക്ടറായിരുന്നു പൊന്നപ്പൻ്റെ പാസ്റ്റ് വെർഷൻ. ഇവിടെ ഫ്യൂച്ചറിലും പൊന്നപ്പൻ ഉണ്ടായേക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും വർക്കാവുക? കാരണം ഫ്യൂച്ചറിൽ ഓർഗനൈസേഷൻ മുഴുവൻ ഭരിക്കുന്ന ആ ഒരു ലോകത്ത് റിലേഷൻഷിപ്പുകൾക്ക് വാല്യൂ ഉണ്ടാകുമോ? അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇനി അഥവാ ഉണ്ടായാലും ഈ പറഞ്ഞ പോലെ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനിടയിൽ ഷാജി പാപ്പൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്ന പൊന്നപ്പൻ്റെ ഫ്യൂച്ചർ വേർഷൻ അല്ലെങ്കിൽ കൊച്ചുമകനെ കാണിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ആട് 3 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടൊരു ക്യാരക്ടറാണ് ഫോറിനറായിട്ടുള്ള കേറ്റ് ലാറ. പ്രസൻറ്റിൽ കേറ്റ് ലാറയാണെങ്കിൽ പാസ്റ്റിൽ കസാന്ദ്രയാണ് ഈ ഒരു സെയിം ആക്ട്രസ് ചെയ്ത ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളും ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ സ്റ്റാർഡസ്റ്റ് തിരഞ്ഞു വന്നത് നമുക്കറിയാം. ഫ്യൂച്ചറിലും കേറ്റ് ലാറയുടെ ഒരു വേർഷൻ ഉണ്ടായേക്കാം. എന്നാൽ ഈ 3 വെർഷനുകളും ഒരാൾ തന്നെയാണെന്നുള്ള തിയറി നിലനിൽക്കുന്നുണ്ട്. അതായത് 3ഉം ഓർഗനൈസേഷൻ ത്രൂ ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരേ ക്യാരക്ടറാണ്. നമ്മൾ ഒരേ രീതിയിലുള്ള ഡയലോഗും കാര്യങ്ങളും ഈ ക്യാരക്ടറിൽ പാസ്റ്റിലും പ്രസൻറ്റിലും കാണുന്നുണ്ട്. അത് വെച്ച് മാത്രം നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എടുത്താലും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഓർഗനൈസേഷൻ്റെ കയ്യിൽ ആ ഒരു ടൈം ട്രാവൽ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഇവർക്ക് സ്റ്റാർഡസ്റ്റ് പണ്ട് വേണ്ടിയിരുന്നത്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി കുറച്ചുകൂടി റിസർച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ഫ്യൂച്ചർ വേർഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇവരൊക്കെ പാസ്റ്റിലേക്കും പ്രസൻറ്റിലേക്കും ടൈം ട്രാവൽ ചെയ്യുമോ? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ക്യാരക്ടേഴ്സോ അല്ലെ പാസ്റ്റിലെ ക്യാരക്ടേഴ്സോ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പോകുമോ? എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ വേൾഡ് ഇതുമായി കണക്റ്റ് ആവുക? അതോ ഇതുമായിട്ടൊന്നും ബന്ധമില്ല ഡിറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കിട്ടിയൊരു ഗോൾഡൻ ചാൻസിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഫ്യൂച്ചർ വേർഷൻസ് കാണിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ ഇവരുടെയൊക്കെ ലുക്സ് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ആട് 1 and 2 നമ്മൾ ഈ കഥാപാത്രങ്ങളുടെ ലുക്സ് കണ്ട് ഒരു ഫിക്സ് ആയിട്ടിരുന്നതാണ്. എന്നാൽ പാസ്റ്റിലേക്ക് പോയുള്ള ടൈം ലൈൻ കാണിച്ചപ്പോൾ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഷൻസ് ആണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം വ്യത്യസ്തമായ ലുക്കുകളും കണ്ടു. സോ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഇവരുടെ ലുക്കുകളിൽ നിന്ന് കാണാനുള്ളൊരു ഇൻട്രസ്റ്റും നല്ല പോലെ ഉണ്ട്. ആട് 4 കാണിക്കാൻ പോകുന്ന ഫ്യൂച്ചറിലെ കഥ എന്തായാലും പാസ്റ്റിലും പ്രസൻറ്റിലുമായി ഒരു ഒന്നൊന്നര സംഭവം ഇട്ട് വെച്ചിട്ടാണ് ആട് 3 അവസാനിക്കുന്നത്. ആ കഥാപാത്രങ്ങളുടെ ടൈം ട്രാവൽ. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഹൈപ്പുള്ള സിനിമകൾ വരുമ്പോഴേക്കും ഒത്തിരി തിയറികൾ വരും. ഇതിൽ ടൈം ട്രാവൽ ഉണ്ട്, ആൾട്ടർ ഈഗോയുണ്ട്, ആസ്ട്രൽ പ്രൊജക്ഷൻ ഉണ്ട്, മൾട്ടിവേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറേ തിയറി. പക്ഷേ പടം വരുമ്പോൾ ഇതിൻ്റെ 7 അയലത്തൂടെ പോയിട്ടുണ്ടാകത്തില്ല. എന്നാൽ ആട് 3 അവിടെയാണ് വ്യത്യസ്തമാവുന്നത്. ആട് 3 പ്രോപ്പർലി പറഞ്ഞ ഒരു ടൈം ട്രാവൽ തിയറി, അതായത് സിനിമയുടെ ഈ 3 ടൈം ലൈനുണ്ടെന്നൊക്കെ ഒഫീഷ്യലി പറയുന്നതിന് മുന്നേ തന്നെ പലയിടത്തും റൂമർ കേട്ടിരുന്നു ഇത് 3 ടൈം ലൈനാണ്, ഇതിൽ ടൈം ട്രാവൽ ഉണ്ടെന്നൊക്കെ. അതെന്തായാലും നടന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആട് 3 ഇഷ്ടപ്പെടാൻ ഒരു പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയായിരുന്നു.
തന്നെയായിരുന്നു. പറഞ്ഞൊരു ഫാൻ തിയറി ഇവഞ്ച്വലി നടന്നു എന്നുള്ളത്. എന്തായാലും നമുക്കറിയാം ഈ കഥാപാത്രങ്ങൾ, അതായത് ഡ്യൂഡും ഷാജി പാപ്പനും പഴയ 1790കളിലെ കേരളത്തിലാണ് ചെന്ന് വിട്ടിരിക്കുന്നത്. ഇവരുടെ രൂപസാദൃശ്യം കൊണ്ട് തന്നെ ഡ്യൂഡിനെ കണ്ടിട്ട് അസം ഖാനാണെന്ന് പറഞ്ഞ് വറീദ് മാപ്പിളയും ഷാപ്പിലുള്ളവരും എല്ലാം പറന്നോടുന്നുണ്ട്. ഷാജി പാപ്പൻ അവിടെ പത്മനാഭരാജാവായിട്ട് മാറുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു മിഡ് ക്രെഡിറ്റ് സീനിലാണ് കാണിക്കുന്നത്. അസം ഖാൻ്റെ പടയാളികളുമായി ഒരു വലിയ യുദ്ധം, ആ യുദ്ധത്തിൽ ഈ പഴയ പത്മനാഭരാജാവിൻ്റെ കൂടെയുള്ള കൂട്ടാളികൾ, അതിപ്പോൾ നമ്മുടെ ഷാജി പാപ്പൻ്റെ കൂടെയുള്ള ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടല്ലോ, അവരുടെ ഒരു പാസ്റ്റ് വെർഷൻ, ഇവരെല്ലാവരും മരിച്ചു വീഴുന്നു. അവിടെ യുദ്ധത്തിൽ തോൽക്കാറായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ കാണിക്കുന്നത്. സോ അവിടെ ഷാജി പാപ്പൻ ഒരു വലിയ പോരാളിയായി നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ എന്താണ് അസം ഖാന് സംഭവിച്ചത് നമുക്കറിയത്തില്ല. പ്രസൻറ്റ് ഡേയിലേക്ക് വരുന്ന ഈ പത്മനാഭ രാജാവിനെ ഷാജി പാപ്പൻ കള്ളുപിടിച്ചാന്ന് എഴുതിയിട്ട് എല്ലാവരും കൂടെ സ്റ്റേജിൽ പൊക്കിക്കൊണ്ടുവന്നൊരു ഫൺ സീനിലാണ് സിനിമ അവസാനിക്കുന്നത്. എന്നാൽ അസം ഖാൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം ഓൾറെഡി ഡ്യൂഡിനെ അവിടെ ഒരു വേലക്കാരനെ പോലെ, ഒരു അടിമയെ പോലെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ അസം ഖാൻ എങ്ങനെ നിർത്താൻ നോക്കിയാൽ കളി മാറുമെന്ന് അറിയാമല്ലോ. സോ അങ്ങനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പ്രസൻറ്റ് പാസ്റ്റ് ടൈമിലെ കഥകളിലേക്ക് വരുമ്പോൾ ആട് 4 ഉണ്ടാവുക. ഇക്കൂട്ടത്തിലേക്ക് ആട് 4 ഈ പറഞ്ഞ ഫ്യൂച്ചർ വേർഷൻ പ്രോപ്പർലി കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 കാലഘട്ടങ്ങളിലെ കഥകൾ ഇങ്ങനെ പാരലി പറഞ്ഞു പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എനിവേ ആട് 4 റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്, കഥയുടെ തിയറീസ് ആവും, ക്യാരക്ടേഴ്സിൻ്റെ തിയറീസ് ആവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിൽ മൂവീസീസിലുള്ള ഒരു കണ്ടന്റ് ഇഷ്ടമാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അതോടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടോക്കീസ്.